ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മലയാളത്തിലെ 7ാമത്തെ പാഠഭാഗമായ പെയ്യട്ടങ്ങനെ പെയ്യട്ടയുടെ ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസ് ആണേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും പാഠഭാഗങ്ങൾ വിശദീകരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചാനൽ വിസിറ്റ് ചെയ്ത് കാണാവുന്നതാണ്. പ്ലേലിസ്റ്റ് മുകളിൽ ഐ ബട്ടണായിട്ട് ടീച്ചർ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ. പെയ്യട്ടങ്ങനെ പെയ്യട്ടെ പാഠഭാഗം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി നോക്കാം. തവളയുടെ ചിത്രം വരയ്ക്കൂ. ഈ കുളവും വറ്റി, ആ കുളവും വറ്റി, വറ്റാത്ത കുളമുണ്ടാവുമോ? തവള ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. തവള കുളം തേടി പുറപ്പെട്ടു. തവള ഒത്തിരി ദൂരം സഞ്ചരിച്ചു. ചാടി ചാടി ക്ഷീണിച്ചു. അപ്പോൾ സഞ്ചാരിക്കാക്ക അതുവഴി വന്നു. എന്താണ് പറയുന്നത്? ആ തവളയ്ക്ക് കുളിക്കാൻ വേണ്ടി കുളം തേടി പോവുകയാണ്. എല്ലാ കുളവും വറ്റിക്കിടക്കുന്നു. അങ്ങനെ തവള കുളം തേടി പുറപ്പെട്ടു. അങ്ങനെ ക്ഷീണിച്ചു. അപ്പോഴാണ് സഞ്ചാരിക്കാക്കയെ കണ്ടത്. സഞ്ചാരിക്കാക്കയെ, ഇവിടെ അടുത്ത് കുളമുണ്ടോ? അപ്പോൾ സഞ്ചാരിക്കാക്ക എന്ത് പറഞ്ഞു? ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ തവള ചോദിച്ചു, എവിടെ? ദാ ആ പറങ്കിമാവിൻ്റെ അപ്പുറത്ത്, സഞ്ചാരിക്കാക്ക പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ കുളം തിരയുന്നത്? കാക്ക ചോദിച്ചു. അപ്പോൾ തവള പറഞ്ഞു, കുളിക്കാൻ. അപ്പോൾ കാക്ക പറഞ്ഞു, കുളം വറ്റാറായി, മുഴുവൻ ചെളിയാ. കാക്ക പറഞ്ഞു, കുളം വറ്റാറായി, മുഴുവൻ ചെളിയാ. ആമ കുളത്തിലുണ്ട്. തവളയും കുളിക്കാനെത്തി. കുളിക്കാൻ ആരെത്തി? തവള എത്തി. തവള കുളക്കരയിലെത്തി. ഒറ്റ ചാട്ടം ദേഹം മുഴുവൻ ചെളിയായി. തവള കുളത്തിന്റെ മധ്യത്തിലുള്ള പാറയിൽ കയറി. അത് പാറയല്ലായിരുന്നു, ഒരു ആമയായിരുന്നു. ആമ നോക്കി, ഒരു ഭീകര ജീവി. ആമ ഭയന്നു. അയ്യോ രക്ഷിക്കണേ, ആമ നിലവിളിച്ചു. പാറ നിലവിളിക്കുന്നത് കേട്ട തവളയും ഭയന്നു. അയ്യോ രക്ഷിക്കണേ, തവള നിലവിളിച്ചു. എന്താ? തവള കുളിക്കാൻ ചെന്നിറങ്ങിയപ്പോൾ കുളം അത്രയും ചെളിയായിരുന്നു അല്ലേ? അങ്ങനെ മധ്യത്തുള്ള പാറയിൽ കയറിയപ്പോൾ അത് പാറയായിരുന്നോ? അല്ല, അതൊരു ആമയായിരുന്നു. ആമയും പേടിച്ചു, കൂടെ നമ്മുടെ തവളയും പേടിച്ചു. രണ്ടുപേരും അയ്യോ രക്ഷിക്കണേ എന്ന് വിളിച്ചു. അതവിടെ എഴുതണം, അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. അപ്പോൾ എന്ത് സംഭവിച്ചു? ആമ ചോദിക്കുവാണ്, നീയായിരുന്നോ? നീയായിരുന്നോ? ഇവിടെ എന്തിനു വന്നു എന്ന് ചോദിച്ചു കാണുമല്ലേ? ഇതെന്റെ കുളമാ, നീ വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോന്ന് ആമ പറഞ്ഞു. അപ്പോൾ തവള ചോദിച്ചു, നിന്റെ കുളമോ? ഹാ, ഇതെല്ലാവരുടെയും കുളമാ. അപ്പോൾ ആമ പറയുകയാ, പരസ്യപ്പലക നോക്കൂ. എന്താ പരസ്യപ്പലകയിൽ? അന്യർക്ക് പ്രവേശനമില്ല. അപ്പോൾ അവർ തമ്മിൽ കലഹമായി. അത് കണ്ടുകൊണ്ട് നിന്ന സഞ്ചാരിക്കാക്ക പറയുകയാണ്, കഷ്ടം കഷ്ടം, കലഹം നിർത്തൂ. ബഹളം കേട്ട് ധാരാളം ജീവികൾ ഒത്തുകൂടി അല്ലേ? അവിടെ കുറേ ജീവികളുണ്ടല്ലേ? അപ്പോൾ ആന എന്ത് പറഞ്ഞു? ആന എന്ത് പറഞ്ഞു കാണും? ബഹളം നിർത്താൻ പറഞ്ഞു കാണും അല്ലേ? എന്താ പറഞ്ഞത്? എന്തിനാ നിങ്ങൾ കലഹിക്കുന്നത്? കലഹം നിർത്തൂ എന്ന് ആരോട് പറഞ്ഞു? ആമയോടും തവളയോടും പറഞ്ഞു. അങ്ങനെ മൃഗങ്ങളെല്ലാവരും കൂടി കുളക്കരയിൽ നിൽക്കുകയാണ്. ഓക്കെ, ഏതെല്ലാം ജീവികൾ? ചിത്രം നോക്കി എഴുതൂ. ചിത്രം നോക്കി ഏതെല്ലാം ജീവികളാണെന്ന് പറയാമോ? ആന, സിംഹം, കടുവ, തവള, ആമ, കുരങ്ങൻ, ജിറാഫ്, കാള, മുയൽ. എല്ലാവരെയും എഴുതണം കേട്ടോ. നോക്കി, ചീങ്കണ്ണി വന്നു പരസ്യപ്പലക വെട്ടി എഴുതി. എന്തായിരുന്നു പരസ്യപ്പലകയിൽ? അന്യർക്ക് പ്രവേശനമില്ല എന്ന്. ചീങ്കണ്ണി എന്തെഴുതി? ആരും അന്യരല്ല എന്നെഴുതി അല്ലേ? നോക്കിയേ, ആന തുമ്പിക്കൈ നീട്ടി ആമയെ എടുത്തു കരക്കിട്ടു. എല്ലാവരും മൂക്കുപൊത്തി. ചെളിയിൽ നിന്ന് നമ്മുടെ ആമയെ എടുത്ത് ആന പുറത്തിട്ടു, കുളത്തിന് പുറത്തിട്ടു. എന്നിട്ട് പറഞ്ഞു, ദുർഗന്ധം. അപ്പോൾ എല്ലാവരും പറയുകയാണ്, ദുർഗന്ധം ദുർഗന്ധം എന്നെല്ലാവരും ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് എന്താ? ചെളിവെള്ളത്തിൻ്റെ ദുർഗന്ധം. കുളം നിറയണം, മഴ പെയ്യണം, മേഘത്തെ വിളിക്കാം. മഴ പെയ്യണമെങ്കിൽ ആര് വരണം? മേഘം വരണം. എന്നിട്ട് മേഘം വന്നോ? നോക്കാം. മഴ പെയ്തു, കുളം നിറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായല്ലേ? ആമ പറയുകയാണ്, തവളെ നീ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ തവള എന്ത് പറഞ്ഞു? നമുക്ക് ഉറ്റ ചങ്ങാതിമാരാകാം. അങ്ങനെ അവർ ചങ്ങാതിമാരായി. എല്ലാവർക്കും ആമയെ ഇഷ്ടമായി. വാ തവളെ,
പുറത്തു കയറൂ. ആമ ക്ഷണിച്ചു. ആമ എന്തു പറഞ്ഞു? എൻ്റെ പുറത്ത് കയറിക്കോളൂ എന്ന് ആ തവളയോട് പറഞ്ഞു. തവള പുറത്തു കയറി. പിന്നാലെ മീനുകളുടെ ജലഘോഷയാത്ര. അത് ഗംഭീരമായി. ആ മീനുകളുടെ ജലഘോഷയാത്രയും കൂടി ആയപ്പോൾ അത് ഗംഭീരമായി. ആരോ പുതിയ പരസ്യപ്പലക വെച്ചു. കുളം എന്തെന്ന് കാണും? ആ കുളം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. കുളം മലിനമാക്കരുത്. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. കുളം മലിനമാക്കരുത് അല്ലേ? കുളം ആരുടെയെല്ലാം നമുക്ക് എഴുതിയാലോ? ആന, കൊക്ക്, ആമ, താറാവ്, നീർക്കോലി, കോഴി, മീൻ. ജീവികളെ തരംതിരിക്കാം, എഴുതാം. ജലത്തിൽ മാത്രം ജീവിക്കുന്നവ ആരെല്ലാമാണ്? മീൻ, നീരാളി, കടൽ കുതിര, ഡോൾഫിൻ. ജലത്തിലും കരയിലും ജീവിക്കുന്നവ ഞണ്ട്, തവള, മുതല, ആമ, താറാവ്. കരയിൽ മാത്രം ജീവിക്കുന്നവ ആരൊക്കെയാ? കരടി, മയിൽ, സിംഹം, ആന. അപ്പോൾ നിങ്ങൾ തരംതിരിച്ചെഴുതുമല്ലോ മക്കളെ. എങ്കിൽ അടുത്ത പേജ് നോക്കാം. നോക്കിയേ, ശരിയായ രീതിക്കു നേരെ ശരി അടയാളം നൽകുക. ആദ്യത്തെ ശരിയായ രീതിയാണോ? നോക്കിയേ, ടാപ്പ് തുറന്നിട്ടിട്ട് പല്ല് തേക്കുകയാണ് ഒരു കുട്ടി. ശരിയല്ല. പൂന്തോട്ടത്തിൽ വെള്ളം ഒഴിക്കുന്നു, അത് ശരിയായ രീതിയാണ്. ടാപ്പ് തുറന്നിട്ടിട്ട് പൊട്ടിയ ബക്കറ്റിൽ വെള്ളം പിടിക്കുന്നു, വെള്ളമെല്ലാം പുറത്തു പോകുന്നു അല്ലേ? അടുത്തത് നോക്കിയേ, ഒരാള് കാറ് കഴുകാൻ ഹോസ് വെള്ളം തുറന്നിട്ടിട്ട് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയായ രീതിയാണോ? അല്ല. അപ്പോൾ ശരിയായ രീതി ഒന്ന് മാത്രമാണ്, പൂന്തോട്ടത്തിൽ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ജലം പാഴാക്കാൻ പാടുണ്ടോ? ഇല്ലല്ലേ. ജലം പാഴാക്കരുത്. ജലം അമൂല്യമാണ്. അത് നമ്മൾ പാഴാക്കാതെ സംരക്ഷിക്കണം. ജലം അമൂല്യമാണ്. ജലം സംരക്ഷിക്കൂ. ഭൂമിയിൽ ജീവൻ നിലനിർത്തൂ. നിർമ്മിക്കാം, ഒട്ടിക്കാം. ആദ്യം ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? 2 അതിനെ വട്ടത്തിൽ മുറിക്കുക. 3 നേരെ പകുതിക്ക് വെച്ച് മടക്കുക. 4 ചെറിയ 2 വട്ടങ്ങൾ വെട്ടിയെടുത്ത് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒട്ടിക്കുക. 5 ചെറിയ വട്ടങ്ങളുടെ നടുക്ക് കറുപ്പ് നിറം കൊടുക്കുക. 6 കുളം വരയ്ക്കുക. 7 തവളയെ അതിൽ ഒട്ടിക്കുക. ഇത് നിങ്ങൾ തന്നെ ചെയ്ത് ആ സ്ഥലം വിട്ടിരിക്കുന്ന ഭാഗത്തായിട്ട് ഒട്ടിക്കണം. ചെയ്യുമല്ലോ. എങ്കിൽ നമുക്ക് പദകേളി നോക്കാം. പൂരിപ്പിക്കാമോ? നോക്കിയേ, 1 വെള്ളം കെട്ടിക്കിടന്നാൽ പെരുകും. ആരാണ്? കൊതുക്. അവിടെ കൊതുകെന്ന് എഴുതണം. പദകേളിയിൽ വിട്ടുപോയ അക്ഷരം തൂ എഴുതി കൊടുക്കണം. 2 ചെമ്മീൻ എന്നും പേരുണ്ട്. ആരാണ്? കൊഞ്ച്. അവിടെ 2 കൊഞ്ച് എഴുതണം. മുകളിൽ പൂരിപ്പിക്കുകയും വേണം. 3 ദേഹത്തെല്ലാം മുല്ലുപോലുണ്ട്, കരയിലും ജലത്തിലും ജീവിക്കും. ആരാണത്? ചീങ്കണ്ണി. മുകളിലും പൂരിപ്പിക്കണം. 4 ഒരു കഥയിൽ മുയലിനെ പരാജയപ്പെടുത്തി. നമുക്കറിയാം, ആമ. മുകളിൽ ആ പൂരിപ്പിക്കണം. 5 വെള്ളത്തിൽ കൂടുതലായി കാണുന്ന ജീവി ചെതുമ്പലുണ്ട്. ആരാണ്? മീൻ. മീനിൻ്റെ അവിടെ ഇട്ട് കൊടുക്കണം. ഒരു മീനിൻ്റെ പേര്. 6 ഒരു മീനിൻ്റെ പേര്. ആരാണത്? മാനത്തുകണ്ണി. അവിടെ എഴുതുകയും വേണം. മുകളിൽ നാ ഇട്ട് കൊടുക്കുകയും വേണം. ഇടുമല്ലോ. നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ? പദകേളി പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടോ? ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു നോക്കണം. ഓക്കെ. ചിത്രത്തിൽ എന്തൊക്കെ? പാഠപുസ്തകം പേജ് 69 നോക്കൂ. ചിത്രത്തിൽ കണ്ട കാര്യങ്ങൾ എഴുതൂ. പാഠപുസ്തകം പേജ് 69 എന്തൊക്കെയാണ്? മഴമേഘത്തിന് സന്തോഷം, മലയുടെ മുകളിൽ മഴ പെയ്യുന്നു, തവള ചിരിക്കുന്നു, കുട്ടികൾ മഴയത്ത് കളിക്കുന്നു, മുത്തശ്ശി ചിരിക്കുന്നു, പുഴയിൽ വെള്ളം നിറയുന്നു, നെല്ലും പുഴയും ചിരിക്കുന്നു, പശുവിന് സന്തോഷം. ആണല്ലോ. ഇനി ഉത്തരം പറയാമോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 6 കാല് 2 കണ്ണ് പിന്നോട്ടാണ് നടത്തം. ആരാണത്? ആരാണ്? ഞണ്ടാണല്ലേ അത്. അവിടെ ഞണ്ട് എന്ന് എഴുതണം. 2 അകത്തിരുന്ന് പുറത്തേക്ക് തല നീട്ടി. ആരാ അകത്തിരുന്ന് പുറത്തേക്ക് തല നീട്ടിയത്? ആമ. ഒരമ്മ പെറ്റ മക്കളെല്ലാം ചാടിച്ചാടി. തവള. ജനനം ജലത്തിൽ, സഞ്ചാരം വായുവിൽ. ആരാ? കൊതുക്. അപ്പോൾ നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഏതെങ്കിലും പാഠഭാഗം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്ത് കാണാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്